പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യം, തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അതിൻ്റെ 10-ാം വാക്യം, എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. വീണ്ടും അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ നിർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. ഇസ്രായേൽ ഗൃഹത്തിന്മേ എന്നെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ താതാത്മ്യപ്പെടുത്തി കർത്താവ് പറയുന്ന വാക്കുകളാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. ഒരു കുശവന് കളിമണ്ണിന്മേൽ എങ്ങനെ അധികാരമുണ്ടോ അതുപോലെ തന്നെ തൻ്റെ ജനത്തിൻ്റെ മേൽ യഹോവയ്ക്ക് അധികാരമുണ്ട്. കാരണം അവൻ നമ്മുടെ നിർമ്മിതാവാണ്, അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. നമ്മുടെ ജീവിതത്തിന്മേലുള്ള പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കർത്താവിന് മാത്രമാണ്. ആ കർത്താവിനെ ആഗ്രഹിക്കുന്ന ഒരു പാത്രമായി തീരുവാൻ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ പാത്രത്തെ ഒന്നുകിൽ കുശവൻ എറിഞ്ഞു കളയാം, അല്ലെങ്കിൽ അവന് തോന്നിയതുപോലെ വേറൊരു പാത്രമാക്കി തീർക്കുവാനും കുശവന് അതിന്മേൽ അധികാരമുണ്ട്. ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സകല സൃഷ്ടികളുടെ മേലും ദൈവത്തിനാണ് സർവാധികാരമുള്ളത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമെന്ന നിലയിൽ നാമും പുതിയ നിയമ ഇസ്രായേലായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന അരുളപ്പാടാണ്, ദുഷ്ടത വിട്ട് തിരിയുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ വരുത്തുമെന്ന് നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് അവൻ അനുതപിക്കും. അല്ല, നാം ദുഷ്ടതയിൽ തുടരുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വരുത്തുമെന്ന് ദൈവം അരുളി ചെയ്ത നന്മകളെ അവൻ മുടക്കിക്കളയും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, ഭാരങ്ങൾ നേരിടുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും വിലയിരുത്തുവാനും ഇത് മുഖാന്തരമാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും ഭാരങ്ങളും വരുന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വവും കർത്താവിൻ്റെ സ്നേഹവും നമുക്ക് ദർശിക്കുവാൻ കഴിയും. അവൻ മനസ്സോടെയല്ല മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മെ പ്രതിസന്ധികളിലൂടെ കഷ്ടതകളിലൂടെയൊക്കെയും കടത്തിവിടും. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആഗ്രഹം ഏതൊരു കാലത്തുമുള്ള ദൈവജനത്തെക്കുറിച്ചുള്ളത് ഇങ്ങനെയാണ്: ഓരോരുത്തരും താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കും. ഓരോ ദിവസവും ഇതാണ് ദൈവത്തിന് നമ്മോടുള്ള ആഹ്വാനം. നിങ്ങൾ വാസ്തവമായും നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി എൻ്റെ വചനപ്രകാരം എന്നോട് അടുത്ത് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു വിശിഷ്ട ജാതിയായിരിക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ ചട്ടങ്ങളും ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അത് ഇസ്രായേൽ ജനമാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അവരെ പോലെ ശ്രേഷ്ഠതയുള്ള ജനം മറ്റാരുമില്ല. അവർക്ക് ലഭിച്ചതുപോലെ ചട്ടങ്ങളും വിധികളും ഈ ദൈവവചനം ലഭിച്ചിട്ടുള്ള വേറൊരു ജാതിയില്ല. അത്ര ശ്രേഷ്ഠരായ ജനം ഈ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അവൻ നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ വഴികളിൽ നടക്കണം, എന്നെ സ്നേഹിക്കണം, എൻ്റെ വചനത്തെ അനുസരിക്കണം. അത് ഞാൻ കൃപയോടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ കർത്താവിൻ്റെ ശബ്ദത്തിന്
ഇന്ന് പകൽക്കാലം ചെവി കൊടുത്ത് എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ നമുക്കിടയാവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.